ജില്ലയിൽ ദുരന്ത നിവാരണത്തിന്റെ ഭാഗമായി നിരീക്ഷണം ശക്തമാക്കാൻ കളക്ടർ. ദുരന്ത നിവാരണ പ്രതിരോധത്തിന്റെ ഭാഗമായി ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യത അറിയുന്നതിന് നിരീക്ഷണം ശക്തമാക്കാൻ ജില്ലാ കളക്ടർ വി.ആർ. കൃഷ്ണതേജ നിർദ്ദേശം നൽകി. കാലവർഷവുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ചേംബറിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. ചാലക്കുടി, ചാവക്കാട്, മുകുന്ദപുരം, തലപ്പിള്ളി, കൊടുങ്ങല്ലൂർ, കുന്നംകുളം, തൃശൂർ താലൂക്കുകളിൽ വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതയും ചാവക്കാട്, കൊടുങ്ങല്ലൂർ താലൂക്കിലെ കടലോര മേഖലയിലാണ് കടൽക്ഷോഭ സാധ്യതയും കണ്ടെത്തിയത്. മുൻ വർഷങ്ങളിൽ അപകടം നടന്നതിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ജില്ലാ തലത്തിൽ തയ്യാറാക്കിയ വിവരണങ്ങളാണിത്. ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും തീർത്തും അപ്രതീക്ഷിതമായതിനാൽ കനത്ത നിരീക്ഷണവും തുടർ നിരീക്ഷണവും ഉറപ്പാക്കണം. പഞ്ചായത്തുകളിൽ പ്രത്യേക സംഘം രൂപീകരിക്കാൻ ജോയിന്റ് ഡയറക്ടറെ ചുമതലപ്പെടുത്തി. അസിസ്റ്റന്റ് പഞ്ചായത്ത് സെക്രട്ടറി, വില്ലേജ് ഓഫീസർ ഉൾപ്പെടുന്ന സംഘം ആഴ്ചതോറും പ്രദേശങ്ങൾ സന്ദർശിച്ച് അപകട സാധ്യത പരിശോധിച്ച് ജില്ലാ മണ്ണ് സംരക്ഷണ വകുപ്പിനും ജിയോളജി വകുപ്പിനും റിപ്പോർട്ട് നൽകണം. പോലീസിന്റെ സേവനം ആവശ്യമെങ്കിൽ ഉണ്ടാകും. വനം വകുപ്പിന്റെ പരിധിയിൽപ്പെടുന്ന സ്ഥലങ്ങൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ച് റിപ്പോർട്ട് ചെയ്യണം. വിള്ളൽ, അസാധാരണ വ്യത്യാസങ്ങൾ എന്നിവ ശ്രദ്ധയിൽപ്പെട്ടാൽ റിപ്പോർട്ട് ചെയ്യണം. ദുരന്ത സാധ്യത പ്രദേശങ്ങളുടെ താലൂക്ക് തലത്തിലുള്ള പട്ടിക തയ്യാറാക്കാൻ തഹസിൽദാർമാർക്ക് നിർദ്ദേശം നൽകി. എല്ലാ 2 ആഴ്ച തോറും താലൂക്ക് ദുരന്ത നിവാരണ അതോറിറ്റി യോഗം ചേർന്ന് അവലോകനം നടത്തണം. കാലവർഷം രൂക്ഷമായാൽ പൊതുജനങ്ങളെ പാർപ്പിക്കുന്നതിനുള്ള ഷെൽട്ടർ ഹോമുകളിലെ സൌകര്യങ്ങൾ, വൈദ്യുതി, കുടിവെള്ള ലഭ്യത, മറ്റടിസ്ഥാന സൌകര്യങ്ങളും പഞ്ചായത്ത് അധികൃതരുടെ സഹായത്തോടെ ഉറപ്പാക്കണം. കിണറുകൾ ഇടിയാനുള്ള സാധ്യത മുന്നിൽ കണ്ട് തുറന്ന കിണറുകൾക്ക് ചുറ്റും ഫെൻസിംഗ് സ്ഥാപിക്കാൻ നടപടിയുണ്ടാകും. നിലവിൽ കുടിവെള്ള പൈപ്പുകൾ സ്ഥാപിക്കുന്നതിന് പൊളിച്ച റോഡുകളിൽ 10 ദിവസത്തിനകം പണി പൂർത്തിയാക്കും. അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് നടപടി സ്വീകരിക്കും. പട്ടികജാതി, പട്ടികവർഗ കോളനികൾ, പ്രദേശങ്ങൾ എന്നിവ ബന്ധപ്പെട്ട് പ്രൊമോട്ടർമാരെ നിരീക്ഷണത്തിലാക്കും. മഴയുടെ തോത്, പ്രതിദിനം രേഖപ്പെടുത്തുന്ന അളവ് ശാസ്ത്രീയമായി വിലയിരുത്തി വെള്ളപ്പൊക്ക സാധ്യത നിരീക്ഷിക്കും. തൃശൂർ ഡിഎഫ്ഒ രവികുമാർ മീണ, ഡെപ്യൂട്ടി കളക്ടർ ദുരന്ത നിവാരണം ബി. അനിൽകുമാർ, LSGD ജോയിന്റ് ഡയറക്ടർ, വകുപ്പുതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു.